രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്തുകൊണ്ടാണ് ഈ വിശദീകരണം നൽകാൻ അങ്ങ് വൈകിയത്? ഇപ്പോൾ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക? ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന്. വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ചത്. ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഞാനൊരു ചാറ്റ്, ആ ആളുടെ ചാറ്റ്, ഇനി ഞാൻ ആ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത്, പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുക. അപ്പോൾ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സാധനമല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകി എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും. അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡറാണെന്നൊക്കെ പറയുന്നു. അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡറാണോ അല്ലയോ എന്ന് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല. പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞാനത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണമാണ് കണ്ടത്. രാഹുൽ പറഞ്ഞത് ട്രാൻസ്വുമൺ അവന്തികയുമായി ഉണ്ടായ സംഭാഷണത്തെക്കുറിച്ചാണ്. അവന്തിക തന്നെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി താങ്കളോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അക്കാര്യത്തിൽ ആ സംഭാഷണം ഉൾപ്പെടെ അയച്ചു തരികയായിരുന്നു. അതാണ് അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ സംഭാഷണമാണ് കേൾപ്പിച്ചത്. ഒരു തരത്തിലും അവരോട് മോശമായി പെരുമാറിയിട്ടില്ല. മറ്റു പല ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളിലെല്ലാം തനിക്ക് മറുപടിയുണ്ട്. ആ മറുപടി അടുത്ത ദിവസങ്ങളിൽ പറയാം, പിന്നീട് പറയാം. നിയമ സംവിധാനത്തിലൂടെ പോകേണ്ട കാര്യങ്ങളിൽ അങ്ങനെയും മുന്നോട്ട് പോകും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. CK അഭിലാൽ തുടരുന്നുണ്ട്. അഭിലാൽ, രാജി ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഇടത്താണ് ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ രാഹുൽ കേൾപ്പിച്ചത്. ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും കൂടുതൽ പ്രതികരണത്തിലേക്ക് രാഹുൽ പോയിട്ടുമില്ല. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാജി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെട്ടിരുന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് VD സതീശന്റെ പ്രതികരണവും രമേശ് ചെന്നിത്തല അടക്കം പ്രധാനപ്പെട്ട നേതാക്കളുടെ പരസ്യമായ പ്രതികരണങ്ങളും നിലപാടുകളും തന്നെയായിരുന്നു. പക്ഷേ രാജി പ്രഖ്യാപനം ഉണ്ടായില്ല. അതേസമയം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അവന്തിക എന്നുള്ള ആൾ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി വിശദീകരണം നൽകിക്കൊണ്ട് വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറെ പാടുപെടുന്ന പാർട്ടി പ്രവർത്തകർക്ക് മുൻപാകെ ക്ഷമാപണം നടത്തുകയാണ്. ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ പിന്നാലെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. അതേസമയം തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും അതിഗുരുതരവുമായ ആരോപണം ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരക്ഷരം അദ്ദേഹം സ്വമേധയാ പറയാൻ തയ്യാറായില്ല. മാത്രമല്ല ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾ കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അദ്ദേഹം മുറിക്കുള്ളിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഇതുവരെ ഉയർന്നു വന്നത് അദ്ദേഹത്തിനെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളാണ്. 2ൽ അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണം അടക്കമുള്ള വിഷയങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിൽ ഒരാളുടെ പ്രതികരണത്തിന്, ആരോപണത്തിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞത്.